ഒറ്റയ്ക്ക് സാരി എടുക്കാൻ ആദ്യമായിട്ട് ശ്രമിച്ച തവണ. യെസ്, ഞാൻ കുറെ കാലമായിട്ട് സിനിമ ചെയ്യാണ്ടിരുന്നത്. സിനിമ ചെയ്തപ്പോണ്ടല്ലോ ഒരൊറ്റ ഷോട്ടില് ഞങ്ങൾ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് എപ്പോഴും ഡിസ്കസ് ചെയ്യണം. How well you know Reema? How well you know Reema? Name of her 22 female Kottaythil character. Tessa. അറിയാം. മദർ പ്രോമിസ്, കൊക്കോ പ്രോമിസ്. കേക്കട്ടെ പേരെന്താ? ടെസ. ടെസ, correct. Very good. Reema is most scared of. Please me. Yes. അതായത് ടെമ്പറേച്ചർ ചെറുതായി താണാൽ അയ്യോ I'm going to get fever, I'm going to faint now, പിന്നെ സ്വെറ്റർ, പിന്നെ ഷൂസ്, പിന്നെ ഞാനൊരു 50 ലെയർ ഇടും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, Reema is the most effortlessly stylish person in our group, like in a group of friends. Okay, so she'll be wearing her lovely tights and a lovely dress and like minus piece. We'll be wearing 15 layers, and by the end of the day, she'll be wearing all our layers. Standing. ഞാൻ ഫുൾ സ്റ്റൈലിലേ ഇറങ്ങുള്ളൂ. പക്ഷേ അതെ, സ്റ്റൈൽ ഇറങ്ങുള്ളൂ. വഴി നമ്മൾ കാണില്ല. സത്യം. റീമ 2 ക്യാരക്ടേഴ്സ് ഒരു ഹെൽത്തിനെ ബേസ് ചെയ്തിട്ട് സിനിമയിൽ. ഐ തിങ്ക് 2 എണ്ണം തോന്നുന്നു, 3 എണ്ണാണോ എനിക്കറിയില്ല. ഐ വാസ് ലുക്കിംഗ് അറ്റ് ഫിലിമോഗ്രഫി. 2 ക്യാരക്ടേഴ്സിന്റെ അത് ഏതൊക്കെയാണ്? ഒന്ന് ഓഫ് കോഴ്സ് പാർവതി കുട്ടനോ. ഫിലിം അല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കും, ഞാൻ ഉത്തരം പറയാം. ഇതിനെ പറ്റിയിട്ട് പലതും നമുക്ക് പറയണ്ടായിരുന്നു. റീമയെ പറ്റി വേറെ എന്തോട് ചോദിച്ചോ, ഫിലിം ചോദിക്കരുത്. ഞാൻ പറയാം. So she played nurse in Virus. And she also played a nurse in Zakariyade Garbanigal. I can't remember the character's name. Okay. One more thing, she was a medical student in one of the film, right? Did you need to female Kottayam? No, she's a nurse there also. No, she's a nurse there. ചേച്ചി നഴ്സ് ആണോ? തനിക്ക് ഞാനും ആലോചിച്ചതാണ്. അറിയാം. ഇതല്ലേ അയാളും ഞാനും തമ്മിലാണോ? ഇന്ത്യൻ റുപ്പിയിൽ മെഡിക്കൽ സ്റ്റുഡന്റ്. ഇന്ത്യൻ റുപ്പിയിൽ I did actually. ഫിലിമിൽ വേറെ ജോലി തേടൂ. അയാളും ഞാനും തമ്മിൽ ഐ എം വർക്കിംഗ് ഇൻ എ ഹോസ്പിറ്റൽ. ഞാൻ ഹോസ്പിറ്റലിൽ ഒരു കളിക്കും ഞാനില്ല. Characters have a profession. Other female characters written don't even have that. Their only job is to love the hero, man. That is correct. അപ്പൊ അടുത്തത് ഇത് ഈ അടുത്ത കാലത്ത് ഇഫ്ക് 2021 റീമയുടെ ഒരു പടം, ഷീ റോട്ട് ദ ഡയലോഗ്സ്, അത് സ്ക്രീൻ ചെയ്തു. ആ സിനിമയുടെ പേരെന്താ? ധന്യക്കല്ലാതെ ഇഫ്ക്. ഈ അടുത്ത കാലത്ത് 2021 ഫെബ്രുവരി ഇഫ്കില് റീമയുടെ ഒരു പടം സ്ക്രീൻ ചെയ്തു. അതാണോ 85 minutes സിംഗിൾ ഷോർട്ട് ഫിലിം ആണോ അത്? Yes man, was super fun. Very good. ഞാൻ കുറെ കാലമായിട്ട് സിനിമ ചെയ്യാണ്ടിരുന്നത്. സിനിമ ചെയ്തപ്പോണ്ടല്ലോ ഒരൊറ്റ ഷോട്ടില് ഞാൻ ആ ലെവലെ പിടിക്കാം. ജേർണലിസ്റ്റ് ആണ്. ഓക്കെ. ഇപ്പൊ പോലീസ് ഓഫീസറാണ്. ഞാൻ പല രീതിയിലുള്ള പരിപാടികളെ ഞാൻ പിടിക്കുള്ളൂ. എല്ലാം മനുഷ്യൻ ടച്ചിങ്. ജിന്ദഗി ഷോട്ടിൽ ഞാൻ ഡോക്ടറാണ്. ഡോക്ടറാണ്. വേറൊന്നില്ലേ? സണ്ണി സൈഡ് അപ്പ്. ഡോക്ടർ കാവ്യ മേനോൻ. കാവ്യ മേനോൻ. ചില്ലറയാണോ? ഞാൻ എല്ലാ ഹോസ്പിറ്റലിൽ പോയി ജോയിൻ ചെയ്യാൻ പോവാ. നമുക്ക്. ഓക്കെ, അടുത്തത് ഹൗ വെൽ യു നോ പാറുകുട്ടിയമ്മ. ഓക്കെ, കം ഓൺ. ഹർ ഡെബ്യൂ ഫിലിം. അയ്യോ എനിക്കറിയാലോ. കുറിച്ച് അങ്ങനെ ജോലി ചോദിക്കരുത്. ഇതൊരു ഔട്ട് ഓഫ് സിലബസ് അല്ല. ഇതൊരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ അല്ല. She was a school student in that movie. She was a school student, I remember. അത് നോട്ട് ബുക്ക്. അതല്ലേ ഫസ്റ്റ് ഫിലിം? അല്ല, അത് ഔട്ട് ഓഫ് സിലബസ്. എല്ലാം പക്ഷെ പുസ്തകത്തിന് ചുറ്റുവാ. ഏകദേശം ഒരു സിലബസിൽ. അതെ. മാഡം പഠിച്ച കോളേജ് ഏതാണ്? കോളേജോ? കോളേജിൽ പോയിട്ടുണ്ട്. നീ കോളേജിൽ പോയിട്ടോ? കോളേജിൽ പോയിട്ടുണ്ട്. കാലിക്കറ്റ് അല്ല, തിരുവനന്തപുരം. Calicut, she's gone. No. School in Calicut, college in Trivandrum. Correct. Danya, you scored. എവിടെ ചോദിക്കരുത്? All Saints. അടുത്തത് ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ പാറുകുട്ടിയുടെ. ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കുറെ കിട്ടിയിട്ടുണ്ട്. അതാണേ 2016. അയ്യോ, ഫസ്റ്റ് ഏതായിരുന്നടാ? 2016 has to be that movie. Which one? Take Off. Which one? Take Off. അല്ല, അതിന് മുമ്പ് കാഞ്ചന മൊയ്തീൻ.
കറക്റ്റ്. ജോലി വിടേണ്ട കാലം കഴിഞ്ഞു. രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ റൗണ്ട്. Basically, who knows whom the best? I think you guys know me. But these questions are like ഇപ്പൊ പഴയ കാര്യങ്ങളാണ്. പഴയ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ we would have wasted. ഞങ്ങൾ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് എപ്പോഴും ഡിസ്കസ് ചെയ്യണം. നമ്മൾ ഏത് സ്കൂളിൽ പഠിച്ചു ഏത് കോളേജിൽ പഠിച്ചു ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ആ പോയിന്റ് വെച്ച് ഞങ്ങൾ ചോദിക്കണം, നിങ്ങൾക്ക് എന്താണ് വാട്ട് ഈസ് ദാറ്റ് യു സീ ഇൻ ഫ്യൂച്ചർ? എന്താണ് ഇനി ഒരു 2021 ആയി വാട്ട് ഈസ് ദാറ്റ് യു സീ? ടൈംസ് കവർ ഫോർ ചേഞ്ചിങ് ദ വേൾഡ്. What about you, Danya? What is that you look forward to? I don't have anything great. I want to start. Yeah, right. I want to start a website in all languages. In all South Indian languages. Okay. I want to go to Turkey. Want to go to Turkey? Okay. And remake endana? Time magazine. Time magazine, yeah. Parvati? See, Time magazine, it's not because like Time magazine. I'm just saying like there. The scope of change and widening the scope. Yeah. I'm happy with News Minute. I want to direct a good film soon. Nice. അത് ഞാൻ അന്ന് ഇന്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞു ഞാൻ അടുത്തന്നെ ഉണ്ടാവുന്നത്. അത് എവിടെ വരെ എത്തി ആ ഗോൾ? സൂൺ പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലേ? സൂൺ കഴിഞ്ഞിട്ട് 3 കൊല്ലായി. Soon. അടുത്തത് never have I ever. Okay, Danya. Have you ever walked out of an interview with a famous personality? Walked out? I have walked out. No, but I've been irritated. I've never walked out. Okay. அடுத்தது written a good review about a film even though you never liked it personally. No, she wouldn't do that. Film reviews. Yeah, I don't. Send the wrong audio message or text and later deleted. Yes, she has done that. I have sent to Arnab Goswami himself. മൂപ്പരെ കുറ്റം പറഞ്ഞ ടെക്സ്റ്റ് അയാൾക്ക് അയച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞു സർ ഇതെനിക്ക് വേറെ ആൾ ഫോർവേഡ് ചെയ്താണ് ദിസ് വാട്ട് പീപ്പിൾ തിങ്ക് ഓഫ് യു. അതൊക്കെ നമ്മൾ സമാളിച്ചു. അടിപൊളിയായിട്ട് സാധനം. പിന്നെ binge watch an entire web series on a single day. Yeah. Which one? ഏതാ ഡാർക്ക് ആണോ? ഏതാ കണ്ടത്? I have seen lots like that. I see a lot of web series. Yeah, and then Fallen asleep at work. Never. Have you ever forgotten your wedding anniversary? If you ask me, still I'm confused between 16th or 18th. ഏത് കൊല്ലാന്നറിയോ? ഏത് മാസാണ്? ജൂൺ ആണെന്ന് എനിക്കറിയാം. 2007. എനിക്കിപ്പോഴും ഡേറ്റ് ഓർമ്മയില്ല. കൺഫ്യൂഷൻ ആണ്. ഡേറ്റ് ഓർമ്മയുണ്ടാവും, ഇയർ ഓർമ്മയുണ്ടാവില്ല. 7 വർഷമായി 10 വർഷമായി. ഡേറ്റ് ഓർമ്മയുണ്ടാവും, എനിക്ക് ഇയർ ഓർമ്മയുണ്ടാവില്ല. എത്ര കൊല്ലായിരുന്നു എനിക്ക് ഓർമ്മയുണ്ടാവില്ല. എന്നിട്ട് ഞാൻ ഇവരെടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ ആണോ എന്നൊക്കെ ചോദിക്കും ഞാൻ അവരോട്. Okay, Rima, never have ever. Okay. Got seriously hungover. Okay, got it. Fought in public. ഇവിടെ ഫുൾ ടൈം ജോലി ഇതല്ലേ? Fight in public. You won't believe it. Okay, I'm getting ready to come for the shoot of my Tamil movie, and my dad is like, അതെ നീ അവിടെ പോയി അഭിനയിക്കാൻ തിരിച്ചു വരും. തമിഴ്നാട്ടിലെ ജനങ്ങളുടെ കൂടി അടി കൊള്ളരുത്. അതന്നെ അവിടെ പോയിട്ട് ഡാമിന് പറഞ്ഞ pointing out what they're doing is wrong എന്നുള്ളത് നമ്മൾ തെറ്റാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഡയറക്ടർ ഇന്ന് എനിക്ക് തീരെ സുഖമില്ല സാറേ ഞാൻ വരുന്നില്ല ഷൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? No. Work is workshop എന്നല്ലേ? Work is workshop. Ever stopped? ആരും പറഞ്ഞിട്ടില്ല. Ever stopped by airport security? Yes. We were coming back from Rani Padmini shoot. Rani Padmini shoot കഴിഞ്ഞ് തിരിച്ചു വരാം. So I have got Himalayan salt അവിടെ നിന്ന്, pink salt. എന്നിട്ട് ഇവർ ഇത് നോക്കി ആകെ കൺഫ്യൂഷൻ. മതിയായിരുന്നു സത്യം. Yes. പിന്നെ have you ever regretted an apology? I think I have. Okay.
Okay. എന്നോടൊന്നും സോറി പറയാൻ പാടില്ലായിരുന്നു. അതെ, അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. Have you Yeah. ഒരു ഗ്രഡ്ജ് ഒരു കൊല്ലത്തോളം വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും കാര്യത്തിൽ? പിന്നെ കൊറേ കൊല്ലത്തോളം വെച്ചിട്ടുണ്ടാവും. പിന്നെ പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അതിലൊരു കാര്യമില്ലാന്ന് മനസ്സിലായി എനിക്കിപ്പോ. എല്ലാ കാര്യത്തിലും യെസ് എന്ന് പറഞ്ഞ ഏക കുട്ടി റീവയാണ്. വെരി ഗുഡ്. എല്ലാം. പാർവതി, യു റെഡി? Yes. ഹാവ് യു, താങ്കളെയാണല്ലോ എല്ലാവരും ട്രോൾ ചെയ്യാറ്, താങ്കൾ തിരിച്ചാരെങ്കിലും ട്രോൾ ചെയ്തിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ? ഞാൻ ഒരിക്കലും ചെയ്തിട്ടുണ്ട്. I kind of regret that. ഒരു പയ്യൻ who was actually hating on me, മൂപ്പരുടെ ഗ്രാമറിനെ ചൊല്ലിയിട്ട് ഞാൻ കുറെ അങ്ങോട്ടേ കളിയാക്കിണ്ടായിരുന്നു. OMKV, you trolled that guy big time. What are you talking about? Is that even a trolling? That's an actual deserved answer. A trolling is actually that is a good humorous reply, right? അതിന് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു response. Trolling can be for deserving people also. But trolling is like negative, no connotation. അതുകൊണ്ടാണ് Not necessarily. Okay, അങ്ങനെയാണെങ്കിൽ അടുത്തത്, have you ever gone for a solo vacation? Yeah. എവിടേക്കാ പോയിക്കണേ? കുറെ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഞാൻ 3-4 തവണ സോളോ ബാക്ക് പാക്കിംഗ് ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. മൈ ബിഗസ്റ്റ് തിങ് വാസ് ടു ആക്ച്വലി ഡു ബാക്ക് പാക്കിംഗ് ട്രിപ്പ് ഇൻ നോർത്ത് ഓഫ് ഇന്ത്യ. പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല, അപ്പത്തേക്കും കോവിഡ് ആയി. പക്ഷെ യൂറോപ്പിൽ ഒരുപാട് രാജ്യങ്ങളിൽ ഇതേപോലെ പോയിട്ടുണ്ട്. Have you ever left gum in a public place? No, I just don't like gum. Have you ever lied to your best friend about whom you were with? Yes. Very good. Have you ever slept outdoors completely in a night? Yes. Yes, Finland. Have you ever ദേഷ്യമത്തെ എക്സിനെ ചീത്ത വിളിച്ചിട്ടുണ്ടോ ഫോണില്? Oh, I think I still do. Okay, good. What is I think? Either you do or you don't do. I would like to pretend in the morning that I don't remember what I do at night. Like. Okay. Wardrobe malfunction ഉണ്ടായിട്ടുണ്ടോ? Yes. ഒറ്റയ്ക്ക് സാരി എടുക്കാൻ ആദ്യമായിട്ട് ശ്രമിച്ച തവണ. Yes. ഇതായിരുന്നു എന്റെ ഹാവ് ഐ നെവർ ഉണ്ടാച്ചത്. ഇനി വേണോ? വെറുതെ ചോദിച്ചോളൂ. ചോദിച്ചോളാം, ഞങ്ങൾ കേൾക്കാം. അങ്ങനെ പറയല്ലേ. ഓക്കെ, എന്നാ ഞാൻ ഇപ്പൊ ചോദിക്കേ. 1 മിനിറ്റ് കേട്ടോ. എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനൊക്കെ. എന്താന്ന് വിചാരിച്ചേ? ഹാവ് യു എവർ ചീറ്റഡ് ഓൺ ആൻ എക്സാം? എല്ലാവരും ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. Have you ever eaten in a restaurant and realized that you had no money? Yes. Okay. Have you ever eaten frog legs? No. No. You have? Then you have, right? When I was a kid. Yeah. But you have. He's eaten all kind of exotic stuff. Exotic yuck stuff. അതെ, അല്ല വാറിനൊക്കെ പോയിട്ടില്ലേ? Have you ever ഞാൻ എവിടെ പോയാലും കഴിക്കും. അതാണ്, വാറിന് പോയിട്ടൊന്നുമല്ല, എവിടെ പോയാലും തേടി പിടിച്ച് കഴിക്കും. അവിടെ ഏറ്റവും yuck stuff. Have you ever fallen in love at first sight? As in love, as in crush, right? That's many. But all what love and all. Okay, correct. Yeah. Have you ever received a present that you really hated and then you gifted it back to somebody else? Re-gifted? Yeah. I have re-gifted. ചെയ്തിട്ടല്ലേ? I have re-gifted for sure. സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ. I have re-gifted because it's of no use to me. And it could be of use to others. Totally with you. That's very logical and actually fair. Maybe. I've never given to other people. വെച്ചിട്ടുള്ളൂ. ഇതൊക്കെയാണ് have I ever, never have I ever. Like Okay. അടുത്തത് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. When you see what kind of stories that excite you now after 7 years being in News Minute, what is that you think to be the best? And how to bring it to the people in the best way? Basically, I think my whole outlook of journalism has changed from the time I started. And I used to think covering politics is the most important. Like, ella important aitla beat in the politics on because all the senior people cover it. And I used to look down upon entertainment, culture, even human rights to some extent, because Arnab Goswami is like, I am not running NDTV who covers NGOs. I want politics. I used to think like that. But now, over the years, I have understood that no story is unimportant. Like, it's actually very important to write about entertainment, culture, etc. Because it impacts us as society. If movies are in a certain way, pop culture in a certain way, it really impacts society. And for me, I think last 2 years, my entire concentration is on women and children. Because if you are heading an organization that identifies itself as feminist, you have to do it. And feminism is not only about writing about misogyny, patriarchy, but you have to write about women,
education, health, everything. Right. Reema, actor, producer, dancer, feminist, activist, you have opinion for what you think matters, your conversations matters. I mean, not talking about the COVID world and new normal or something, but the kind of things which you want to bring in industry, you being also part of a big production house, what are the stories you would love to give more importance to? The production house that I'm part of right now was founded by Ashik, and it's basically his vision. Yeah. I think, I want to embark on a journey on my own, figure out my own space, work with more women, bring in more women, because at the end of it all, recently during COVID times, we did a short film. We worked with a group of women, and I'm telling you, I have never enjoyed shooting so much. When you are in a set of 100 men and 2 women, and when you're on a set where there are 50% women and 50% men, let me tell you, the energy is different. And today, after almost 12 years in the industry, I want to have fun working. Yeah. I want to work with women I understand, I love, I enjoy spending time with. Because you give 40-50 days to a movie. If you're directing or producing it, you give about 90-100 days. Right. I want to have a great time doing that. That is also important for me today. Not just about a project, doing a movie, making money, moving on. I mean, yes, I want to do that as well, but there is more to it. Parvati, ഞാൻ പറഞ്ഞു മറ്റേ ഇതിന് എന്നാ നമ്മൾ കണ്ട ലാസ്റ്റ് ഉയരെ സമയത്താണ് നമ്മൾ കണ്ടത്, റൈറ്റ്? സമയത്ത് യു ടോൾഡ് മീ ദാറ്റ് ഒരു സമയത്ത് 8 മാസം വീട്ടിൽ ഫോൺ പോലും അടിച്ചില്ല, നോട്ട് ഈവൻ എ സിംഗിൾ ടൈം എ ഫോൺ റാങ് ഫോർ ഈവൻ എ റോൾ ഓർ എൻ ഓഫർ ഓർ ഈവൻ എ സ്ക്രിപ്റ്റ്. ആ കാലങ്ങളൊക്കെ മാറി. ആൻഡ് but do you think the problem still the same problems തന്നെയായിരുന്നു? Or what is that your vision now to bring in more, because you work with multiple directors and multiple എന്താ പറയാ regions and all those things. What is that you think? See, I think it was ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. I mean, obviously എനിക്ക് എന്റെ സിനിമകൾ സക്സസ്ഫുൾ ആയിരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഉയരെ ഹിറ്റ് ആവുക എന്ന് പറയുന്നത് വാസ് എ മാസീവ്, എന്താ പറയുന്നേ, blow to the naysayers, because adinu mumbu undarna the whole propaganda, this whole planned attack against my other films. Inside the industry there were conversations of producers who were going to produce my films saying that Parvati atrayum posters idanda, Parvati atrayum promotion idanda, those things. So I started feeling that okay, this could actually be the beginning of the end, or maybe I should just, especially one of the best things that I ever practiced right from the beginning is that okay, ee joli allengila, like my worth is never going to be attached to just one job ennulladu aadyam mudale njan practice cheyidoru karyam aayadonde I was not shaken to that degree. Adondu thanneyaanu I could actually be this strong about it, I feel, because I have always said that I'll start a shop and live somewhere else, man. Decide that has really saved me. I'm very glad that from a very young age I got into that space. പക്ഷേ ഉയരെ ഹിറ്റ് ആവുക എന്ന് പറയുന്നത് was this biggest slap on the face of everybody who thought women are replaceable. Actors of a certain caliber are replaceable if they are women. അപ്പം അത് മാറി വരിക എന്ന് പറയുന്നത് was a big vote of confidence for me. So now I think that has also added to the fact that I'm getting offers consistently. I'm not saying that there aren't people who don't want to work with me, but at this point എന്താന്ന് വെച്ചാൽ എനിക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യണ്ട. Correct. Like the ones who don't want to work with me, I'm like, dude, I don't want to work with you guys. So in a much better way. But again, it's over a period of 15 years that I have reached here. But I'm very aware that with this power comes a lot of responsibility also. In understanding in the privilege and it's never going to be, you can't forget the tough times that you had faced. Appo baakiyullavaru adu face cheyyunnunnallathu valare important. So all the more reason to stay here and fight the good fight. Brilliant thought process. Appo nammada last ilke ettanu. Okay. Dhaniyയുടെ സന്തോഷം നോക്കുമ്പോൾ happiness ചിരിക്കുന്നു വേണ്ട. എനിക്ക് അത് ഞാൻ ഫുൾ ടൈം ചിരിക്കായിരുന്നു. പറഞ്ഞു സംസാരിച്ചപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് കേട്ടോണ്ടിരിക്കും. അപ്പൊ ഞാനിപ്പോ ചോദിക്കാം, നമ്മള് സീരിയസ് സംസാരം നിർത്തി, നിങ്ങൾക്ക് പരസ്പരം ഒരു ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണമെങ്കിൽ what would be?
Rima, what do you want to ask either Danya or Parvati? One question and answer in very cherry sentences. Did we think about this? ഞാൻ പറഞ്ഞാണ് think ചെയ്യാൻ. ആർക്ക് വേണമെങ്കിൽ ചോദിക്കൂ, അല്ല ആര് വേണമെങ്കിൽ ചോദിക്കൂ, ഞാനും ആലോചിക്കുന്നേ ഉള്ളൂ. ഒരു 30 സെക്കൻഡ് വരുമല്ലേ ചേച്ചി? ആലോചിച്ചോളൂ. മെഡിറ്റേറ്റ് ചെയ്യാം. നീ അവിടേക്ക് പോയോ? മെഡിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ബാബു. Okay, I'll ask. Okay. ഓ എല്ലാ ക്വസ്റ്റ്യൻസും To Rima, I want to ask, and to Parvati also, I want to ask. Parvati, when people say they don't want to hug, why do you hug them? One. To Rima, when people actually tell you so much stuff, you are listening, but you don't retain anything in your memory, and that person has to repeat it again and the next time, and then the next time. I have a feeling these are rhetorical questions. Danya, I don't feel the need to ask question. I literally loved it. ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നു. അല്ല, ഞാൻ ഒരേ കഥ റീമയോട് 5 പ്രാവശ്യം പറഞ്ഞു. റീമ ആണോ ഒരങ്ങന്റെ കയ്യില് പൂമാല കൊടുത്ത കണക്കാണ്. അവൾക്ക് തന്നെ ആ ചോദ്യം ചോദിക്കാനുള്ള അവസരം പോയി. ഉത്തരം വരട്ടെ. ഓക്കെ, ഞാൻ synthesize ചെയ്യുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം ധന്യ, നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ രീതിയിൽ ആലോചിക്കും, പീപ്പിൾ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ലുക്ക് ലൈക്ക് ഐ ലൈക്ക് ഹെറാസ്, ലൈക്ക് hug me now, you know, like I don't do that. പക്ഷേ well, when certain state of mind, Danya is a big hugger too. പക്ഷെ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പോണോ, if you know what I mean. അപ്പൊ അതിന് പ്രൂഫ് ഒക്കെ എന്റെ കയ്യിലുണ്ട്, ഫോട്ടോസ്. അങ്ങനെ I'm scrapping my question to Parvati. I am asking her a different question. Parvati, why do you always, you are someone who chronicles everything very correctly, like 2017 February in the 19 ellam video audio mooper ellam, like why do you do that? Like does it feel nice for you to go back and look at that, or why do you do that all the time? I have a feeling I'm one of the very few, I mean, ഞാൻ actually എൻ്റെ ലൈഫിൽ വേറെ ഒരാളെ കണ്ടിട്ടില്ല apart from Rima when you were cleaning your gallery the other time when we were together. പക്ഷേ ഞാൻ തിരിച്ച് actually പോയിട്ട് I actually spend time looking through photos and videos that I have. I do. ലൈക്ക് ഇപ്പൊ എസ്പെഷ്യലി ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഞാനൊക്കെ വെറുതെ പഴയ വീഡിയോസ് ഓർമ്മ വന്നിട്ട് അത് കണ്ടിട്ട് കുറെ ചിരിച്ച്, ലൈക്ക് സോ ഐ ആക്ച്വലി സേവ്. എന്റെ ഒരു 25,000 ഫോട്ടോ ഉണ്ട് എന്റെ ഫോണിനകത്ത്. She has a lot. I've never felt like it's like my treasure cove. And endukonde I think Danya, to be very honest, the thing is that I have always felt like wanting to be very clingy with the people I love, like so I want them to be but it's so good, like നമ്മുടെ പഴയ ഫോട്ടോ, ലൈക്ക് എന്റെ ഒരു പൊട്ട ഫോട്ടോ ഉണ്ട്, ഞാൻ അങ്ങനെ ചുമക്കുന്ന ഒരു മോണോ ആക്ടിന്റെ സമയത്തുള്ള ഫോട്ടോ. She has taken that photo and made a sticker out of it. ഞങ്ങൾ എന്ത് ഗ്രൂപ്പിൽ പറഞ്ഞാലും she sent that photo. Photo, video for every occasion. പാർവതിയുടെ സ്റ്റിക്കർ is too much. ഞാൻ ഇതിൽ കണ്ടിരിക്കുന്ന സംഭവം എന്തൊരു സ്റ്റിക്കർ ആയിരിക്കും. അതെ, എനിക്ക് പാർവതിനെ ബീറ്റ് ചെയ്യാൻ പിന്നെ സ്റ്റിക്കർ കളക്ഷൻ ഉള്ള ഗീതുവിന് മാത്രമാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഗീതുവിന്റെ കയ്യിൽ collection will give you a heart attack. That's like how ഞാൻ നിങ്ങൾ അയക്കുന്ന എനിക്ക് സ്റ്റിക്കർ വേനിയില്ല, അപ്പൊ എനിക്ക് പെട്ടെന്ന് പറ്റും. അപ്പൊ ഞാൻ നിങ്ങളെ സ്റ്റിക്കർ ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് I think I've always felt like words. I'm always a talker. I used to send 20 minutes voice notes, you know, to all these guys, and they like beat me down to 1 minute now. At least that's the maximum. But I think now I speak in stickers. Stickers are like my soul language. Yeah, so true. Okay, if you had to go back and undo one thing in your life, which you can be comfortable saying, what would that thing be? I would not have had my first boyfriend. The worst experience in my entire life. Both of you know about it. Like 4 or 5 years of my life wasted. Never would have had it. സത്യല്ലേ? Don't you actually enjoy when I hug you? Started as in maybe. You know, COVID has been such a relief for me. ആൾക്കാർ വെറുതെ ഹഗ് ഇല്ല, ഷേക്ക് ഹാൻഡ് ഇല്ല, എനിക്ക് സമാധാനം. അതൊരു കല്യാണത്തിന് സെൽഫി ആണ് പ്രോബ്ലം. എനിക്ക് പ്രശ്നം ഇവരൊന്നും കുഴപ്പമില്ല, ഇങ്ങനെ വെറുതെ നമ്മൾ ഓരോ പ്രോഗ്രാം പീപ്പിൾ കം ആൻഡ് ഹഗ് നോ ഹലോ ഞാൻ എല്ലാരും കെട്ടിപ്പിടിക്കും കേട്ടോ. നമ്മൾ ഇങ്ങനെയല്ലേ ഇന്റർവ്യൂ ചെയ്തത്?
I was giving an interview like this. We were holding each other by the waist and asking questions and answers. Oh, I mean, it's been an hour I've been talking to you. Yes. So nice. Thank you. എന്തായാലും ഐ റിയലി താങ്ക് യു ബിക്കോസ് ഞാൻ വളരെ FTQ ഒരു സാധനം ഞാൻ തുടങ്ങിയത് ബിക്കോസ് ഓഫ് കോവിഡിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഐ എം ലൈക്ക് യുനോ ആൻഡ് മൈ ഓൺ ബ്രാൻഡ്. നിങ്ങൾ 3 പേരും ആദ്യം ധന്യയ്ക്ക് മെസ്സേജ് ചെയ്തു. ധന്യ I want to ധന്യ I'm okay. I mean very very okay with ധന്യ, I mean Reema and പാർവതി. ഉടനെ ഞാൻ പാർവതിയുടെ നമ്പർ എനിക്കില്ലല്ലോ, ഏത് നേരം നമ്പർ മാറ്റുമല്ലോ. ഞാൻ വേറെ ഏതോ നമ്പർ ഹലോ 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 എന്ന് അടിച്ചോണ്ടിരിക്കണേ എത്രയോ കാലങ്ങളായിട്ട്. അവസാനം നമ്പർ കിട്ടി, ഞാൻ ടെക്സ്റ്റ് ചെയ്തപ്പോ മാഡം ഉടനെ യെസ് ഇസ് ദിസ് ദ FTQ. റീമ ഐ നോ എപ്പോഴും ഞങ്ങൾ കണക്ഷൻ ഉണ്ട്. Rekha Chechi, I wanted to just tell you that I used to watch FTQ without fail. Like Yeah, me too. It was so much. This is major family bonding time, you know. It was a major family bonding time. So that's why I said, is it the FTQ? And then I was excited and then I was scared. I was like, I have no general knowledge. എനിക്ക് ആക്ച്വലി FTQ ഒന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇല്ലാന്ന് പറഞ്ഞു ആദ്യം തന്നെ. I thought it was a regular show. But you remember Uma, Pepsi Uma, and you were like such icons at that time. Yes. An icon. അപ്പൊ അങ്ങനെ ഐ എം സോ ത്രിൽഡ്. ഐ തിങ്ക് നിങ്ങളുടെ കൂടെ എപ്പോഴെങ്കിലും ഈ എന്താ പറയുക കുണ്ടൊക്കെ കഴിഞ്ഞ് ഞാൻ വരുന്നുണ്ട് നിങ്ങളെ നേരിട്ട് കാണാൻ. അതെ, എവിടെയെങ്കിലും ചെന്നൈ വരണമെങ്കിൽ എല്ലാവരും എന്റെ അടുത്തേക്ക് വരും. ഞാൻ ഇതിനോട് 3 പ്രാവശ്യം വരുള്ളൂ ഈ പാറുന്നോട്. സോ ധന്യ, യു വെൽക്കം. whenever you come to Chennai, please call me. We'll hang out. Okay. As long as you don't hug her. ഞാൻ ദൂരെ നിന്ന് സോഷ്യൽ ഡിസ്റ്റൻസിങ് ദൂരെ നിന്നിട്ട് സംസാരിക്കും. Okay. Okay. Bye. Thank you.